മൂന്നാമത്തെ ആയത്തല്ലേ നമുക്ക് അഴുതുബില്ല. മൂന്നാമത്തെ ഒരാൾ എഴുതിയോളി. ഷുഐബ് ഓതിക്കോ. അഴുതുബില്ല. വത്തഖദൂ മിൻ ദൂനി وهم يخلقون ولا يملكون لأنفسهم ولا نفعا ولا يملكون موتا ولا حياة ولا نشورا. തജ്വീദ് പറഞ്ഞോളി. വത്തഖദു, അവിടെ വാവ് കഴിഞ്ഞിട്ടുള്ള അലിഫിന് എന്തില്ല, ഉച്ചാരണം ഉണ്ടാവില്ല. കാരണം വസിലിന്റെ അംസയാണ്. പിന്നെ മിന്ദൂനി, ആ നൂനിന് എന്ത് ചെയ്യണം, യഫ്ഫ ചെയ്യണം. അപ്പൊ ഓതണ്ട എങ്ങനെ, മിന്ദൂനി. പിന്നെ ഹി എന്നുള്ളത് എത്ര നീട്ടണം, 4 to 6 കതിർ. അതിന്റെ പേരാണ് എന്താ മദ്ദുസിലത്തിൽ കുബ്ര. മദ്ദുസിലത്തിൽ കുബ്ര എന്നാണ് അതിന്റെ പേര്. അപ്പൊ ഓതേണ്ടത് മിൻ ദൂനിഹി ആലിഹത്തൻ, അവിടെ ദൂനിഹി നീട്ടണം. പിന്നെ ആലിഹത്തൻ എന്നുള്ള തൻവീനെ ലാമിലേക്ക് എന്ത് ചെയ്യണം, ഇദ്ഗാം ചെയ്യണം. പക്ഷെ എന്തില്ല, ഉന്നത്തില്ല. ആലിഹത്തൻ ല. പിന്നെ യഖ്ലുഖൂന ശൈഅ, അവിടെ വേണമെങ്കിൽ അങ്ങനെ സ്റ്റോപ്പ് ചെയ്യാം. പിന്നെ വഹും യുഖ്ലഖൂൻ, അവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ നീട്ടി വെക്കണം. പിന്നെ വലാ യംലികൂന ലി അൻഫുസിഹിം, ആ നൂനിന് എന്ത് ചെയ്യണം, യഖ്ഫ ചെയ്യണം. അൻഫുസിഹിം അ ഉച്ചരിക്കണം. പിന്നെ ദർറൻ വലാ നഫഅ, അവിടെ ദർറൻ എന്ന് കഴിഞ്ഞിട്ടുള്ള ആ തൻവീനെ വാവിലേക്ക് ഇദ്ഗാം ചെയ്യണം, മണിക്കും വേണം. ദർറൻ വല. പിന്നെ നഫ്അൻ വല, അവിടെ അതേപോലെ തന്നെ. പിന്നെ വലാ യംലികൂന മൗതൻ വല, അവിടെ അതേപോലെ തന്നെ. ഹയാത്തൻ വല, അവിടെ ഹയവാത്തൻ എഴുതിയിട്ടുണ്ടാവും, ഉച്ചരിക്കേണ്ടത് ഹയാത്തൻ. വാവിന്റെ മിഡിലാണ് അലിഫ് എന്ന് അകാരമായി ഉച്ചരിക്കണം. പിന്നെ വലാ നുശൂറ, ആയത്ത് ഒന്നിച്ചെല്ലാരും ഒന്ന് ഉറക്കുതിക്കന്നെ. അഊദുബില്ല. തജ്വീദിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. എന്നാ പോവാ. വത്തഖദു, അർത്ഥം പറഞ്ഞോളി. അവർ സ്വീകരിച്ചു. മിൻ ദൂനിഹി, അവനെ കൂടാതെ, അവന് പുറമെ. ആലിഹത്തൻ, ദൈവങ്ങളെ, ഇലാഹുകളെ. അല്ലേ? പിന്നെന്താണ്? ആലിഹത്തൻ ലാ യഖ്ലുഖൂന ശൈഅ, അവർ ഒന്നും തന്നെ സൃഷ്ടിക്കുന്നവരല്ല. വഹും, അവരാകട്ടെ, യുഖ്ലഖൂൻ, സൃഷ്ടിക്കപ്പെട്ടവരാണ് താനും. വലാ യംലികൂന, അവർ ഉടമപ്പെടുത്തുന്നില്ല. ലി അൻഫുസിഹിം, അവരുടെ സ്വന്തത്തിന് വേണ്ടി തന്നെ. വർറൻ, ഒരു ഉപദ്രവവും. വലാ നഫ്അ, ഒരു ഉപകാരവും അവർ ഉടമപ്പെടുത്തുന്നില്ല. വലാ യംലികൂന, അവർ ഉടമപ്പെടുത്തുന്നവരല്ല. മൗത്തൻ, മരണത്തെ. വല ഹയാത്തൻ, ജീവിതത്തെ. വല നുശൂറ, ഉയർത്തെഴുന്നേൽപ്പിനെയും. അപ്പോൾ ഉയർത്തെഴുന്നേൽപ്പിനെയും ജീവിതവും മരണവും ഉടമപ്പെടുത്താത്തവരും യാതൊരു ഉപകാരമോ ഉപദ്രവമോ സ്വന്തത്തിനു വേണ്ടി തന്നെ ചെയ്യാൻ കഴിയാത്തവരുമാണ് അവർ. തിരിച്ചു വരാം.
വത്തഖദു എന്താ ഇത്തഖദ എന്ന് പറഞ്ഞാല് സ്വീകരിച്ചു. ആ വാവ് എന്താണ് അവിടെ? വാവ് എന്താ? അത്ഫ് ചെയ്യാനാണ് അല്ലേ? ആ സംയോജിപ്പിക്കാനാണ് വാവ് വന്നിട്ടുള്ളത്. അപ്പൊ എവിടുക്കാണ് അത്ഫ്? എവിടുക്കാ? മുമ്പ് പറഞ്ഞേനെ. ആ മുമ്പ് പറഞ്ഞത് ഏതാ? അതാ കിട്ടണ്ടേ. വഖലക കുല്ല ഷൈഇൻ ഫഖദ്ദറഹു തഖ്ദീറ എന്ന് പറഞ്ഞില്ലേ? അങ്ങോട്ടാണ്. വത്തഖദു അവർ സ്വീകരിക്കുകയും ചെയ്തു. മിൻ ദൂനിഹി അവന് പുറമെ ആലിഹത്തൻ ഇലാഹുകളെ സ്വീകരിച്ചു. അല്ലേ? കേൾക്കാൻ ചെറിയ ഒരു വാക്യം, പക്ഷേ തൗഹീദിന്റെ വിശുദ്ധ ഖുർആൻ തൗഹീദിന്റെ അടിസ്ഥാന കാര്യങ്ങൾ വിവരിച്ചു തരികയാണ് ഈ ചെറിയ ചെറിയ വാക്യങ്ങളിലൂടെ ചെയ്യുന്നത്. ഇവിടെ എന്ത് അള്ളാഹു താല പിന്നെ അവര് ആരാധിച്ചില്ല എന്നാണല്ലോ ഇപ്പൊ ഒരു വത്തഖദു അവർ ആരാധിച്ചു എന്നാണല്ലോ അതിനോട് ഉദ്ദേശിക്കുന്നത് അല്ലെ? ഇത്തഖദ എന്ന് പറഞ്ഞാല് സ്വീകരിച്ചു. ഉദ്ദേശാർത്ഥം എന്താണ്? അബദ എന്നാ, ആരാധിച്ചു എന്നാ. പക്ഷെ ആ പദപ്രയോഗം പറയാതെ ഇത്തഖദ എന്ന ആ പദപ്രയോഗം എന്തുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ചു? എന്താ കാരണം? ആലോചിച്ച് നോക്കിയാന്. എന്തൊക്കെ? പറഞ്ഞോളി, ഓരോന്ന് പറഞ്ഞോളി. എന്താ? ഒന്ന്, ഇത്തഖദ എന്ന് പറയുമ്പോ ഇഫ്തഅല വദനാണ്. ഇഫ്തഅല വദനിന് ഒരു പ്രത്യേകത ഉണ്ട്. അതില് ഒരു മനഃപൂർവം ഒരു കാര്യം ചെയ്യുന്നതിനാണ് ഇഫ്തഅല ബാബ് ഉപയോഗിക്കുക. അപ്പൊ ഇത്തഖദ എന്ന് പറഞ്ഞാല് അവർ മനഃപൂർവം സ്വീകരിച്ചു. രണ്ടാമത്തത് അവർ ഉദ്ദേശപൂർവം സ്വീകരിച്ചു. മൂന്നാമത്തത് ഒരു കാര്യം സ്വന്തം ജീവിതത്തിന്റെ ഭാഗമാക്കലുണ്ടത് ഇഫ്തഅല ബാബിന്. അപ്പൊ ഇഫ്തഅല ബാബിന് 3 ആശയങ്ങൾ അവിടെ ഉൾക്കൊള്ളുന്നുണ്ട്. ഉദ്ദേശപൂർവമാണ്, മനഃപൂർവമാണ്, പിന്നെ മൂന്നാമത്തത് അവരുടെ ജീവിതത്തിന്റെ ഭാഗമായി അവർ സ്വീകരിച്ചതാണ്. ആ പദമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തത്? അബദ എന്ന് പറയുമ്പോൾ ഈ അർത്ഥം ചിലപ്പം അത് ഉദ്ദേശപൂർവ്വമായിക്കൊള്ളുന്നില്ല, മനഃപൂർവ്വമായിരിക്കൊള്ളുന്നില്ല, അല്ലെങ്കിൽ ജീവിതത്തിന്റെ ഭാഗമായിക്കൊള്ളുന്നില്ല. ഇത്തഖദ എന്ന് പറയുമ്പോൾ ഇഫ്തഅല ബാബാകുമ്പോൾ ഈ 3 കാര്യങ്ങളും എന്തുണ്ട്? അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. എന്തിനാ അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞത്? ശിർക്ക് എന്ന് പറയുന്നത് സമൂഹത്തിൽ വരുന്നത് അത് പ്രകൃതിയാലുള്ള ചിലപ്പോ നമ്മളെ ഫിത്രത്തിൽ വരുന്ന ഒരു കാര്യം ഉണ്ടാവും അല്ലേ? നമ്മുടെ ഫിത്രത്തിൽ പ്രകൃതി സ്വഭാവത്താൽ വരുന്ന ചില ആരാധനകൾ ഉണ്ടാവും. പ്രകൃതി സ്വഭാവത്താൽ വരുന്ന ആരാധനയാണ് ഇത് പ്യുവറായ തൗഹീദ് എന്ന് പറയുന്നത് അല്ലേ? ഏത് മനുഷ്യക്കുഞ്ഞും പിറന്നു വീണ ഏത് രൂപത്തിലാണ്? തൗഹീദിന്റെ അടിസ്ഥാനത്തിലാണ്, തൗഹീദിലായിക്കൊണ്ടാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് ഊട്ടപ്പെട്ട കാര്യമാണ് ഇത് തൗഹീദ് എന്ന് പറയുന്നത്. അതാണ് ഫിത്രത്ത്. എന്നാൽ ശിർക്കോ അത് ഫിത്രത്തായി വരുന്നതല്ല, അത് മനഃപൂർവ്വം ആളുകൾ ഉണ്ടാക്കുന്നതാണ്, അത് ഉദ്ദേശപൂർവം ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുന്നതാണ് എന്ന് കാണിക്കാനാണ് ഇത്തഖദ എന്ന് പറഞ്ഞ അർത്ഥം, ആ പദം അല്ലാഹു തആല അവിടെ ഉപയോഗിച്ചിട്ട്. അതുകൊണ്ടാണ് ഫിത്രത്തുല്ലാഹില്ലത്തി ഫതറന്നാസ അലൈഹ. ഏതൊരു ശുദ്ധ പ്രകൃതിയിലാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ സൃഷ്ടിച്ചിട്ടുള്ള ആ ഫിത്രത്ത്, ആ ശുദ്ധ പ്രകൃതി ഏതാ? തൗഹീദിലായിക്കൊണ്ടാണ് മനുഷ്യരെ അല്ലാഹു തആല സൃഷ്ടിച്ചിട്ടുള്ളത് എന്നുള്ള. ഇനി പറയാം, വത്തഖദു മിൻ ദൂനി. എന്താ മിൻ ദൂനി പറഞ്ഞത്? ദൂനി പറഞ്ഞതിന് അറബി പദത്തിൽ വേറെന്തൊക്കെ അർത്ഥമുണ്ട്? വൈറ്, അല്ലാത്തത് എന്ന് അർത്ഥമുണ്ട് അല്ലെ? മിൻ ദൂനി എന്ന് പറഞ്ഞാല് അള്ളാഹു അല്ലാത്തതിനെ, അള്ളാഹു അല്ലാതെ. പിന്നെ ശിവ എന്നുള്ള അർത്ഥമുണ്ട്. പിന്നെ ശിവ എന്ന് പറഞ്ഞാല് ഒഴികെ. പിന്നെ വമാഹുവ അദ്ന, ഏറ്റവും താഴ്ന്നു നിൽക്കുന്നത്,
ഏറ്റവും കുറഞ്ഞത് എന്ന അർത്ഥത്തിനും എന്ത് ഉപയോഗിക്കും? ദൂന്. അതിന് തന്നെയാണ് ഇതുണ്ടാണ് ദുനിയ, അദിന എന്ന പദപ്രയോഗങ്ങളൊക്കെ അതിൽ നിന്നാണ് ഉണ്ടാവുന്നത്. അപ്പൊ അള്ളാഹു താല ഗൈറ എന്നോ സിവ എന്നോ ആ പദങ്ങൾ ഉപയോഗിക്കാതെ മിൻ ദൂനിഹി എന്ന് ഉപയോഗിച്ചുള്ള യുക്തി എന്താ എന്ന് പറഞ്ഞാൽ, ഇവർ ആരാധിക്കണ ഈ പരദൈവങ്ങൾ, വ്യാജദൈവങ്ങൾ അള്ളാഹു പിന്നെ ഏറ്റവും ലോ സ്റ്റാൻഡേർഡിലുള്ളവരാണ്, അല്ലെ, ഏറ്റവും കുറവുള്ളവരാണ് എന്ന് കാണിക്കാനാണ് അള്ളാഹു താല ആ ദൂന എന്നുള്ള പദപ്രയോഗം അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ ജാലു ആലിഹത്തൻ വൈറഹു എന്ന് ഉപയോഗിച്ചാൽ മതിയേനി, അല്ലെങ്കിൽ ശിവ എന്ന് ഉപയോഗിച്ചാൽ മതിയേനി. ആ പദം ഒന്നും ഉപയോഗിക്കാതെ മിന്ദൂനിഹി ഉപയോഗിച്ചുള്ള യുക്തി അതാണ്. എല്ലാത്തിനെക്കാട്ടിലും ഏറ്റവും ലോ സ്റ്റാൻഡേർഡിലുള്ളത്, താഴ്ന്ന നിലവാരമുള്ളത്, പദവിയുള്ളത് എന്ന് കാണിക്കാനാണ് ആ ദൂന എന്ന പദം അള്ളാഹു താല ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ അള്ളാഹുവിനെ പറ്റി നമ്മൾ വിശ്വസിക്കുമ്പോ ലൈസ കമിസ്ലിഹി ഷൈഉൻ, അവനെ പോലെ യാതൊന്നും തന്നെ, അവന് തുല്യമായി യാതൊന്നും തന്നെ ഇല്ല എന്നുള്ള. പിന്നെ ആലിഹത്ത് എന്ന് പറയുന്ന പദം എന്താ? ആലിഹത്ത് ഇലാഹ്, അല്ലേ? ആലിഹത്ത് എന്ന് പറയുന്നത് ഇലാഹ് എന്ന അർത്ഥത്തിനാണ് ആലിഹത്ത് എന്ന പിന്നെ അതിന്റെ ബഹുവചനാണ് ഇത്. ആലിഹത്ത്. ഏതിന്നാണ് ആ പദം ഉണ്ടായത്? ആ പദം എന്തിന്നാണ്ടായത്? അലിഹ എന്ന ക്രിയയിൽ നിന്നാണ് ഇലാഹ് എന്ന, അലിഹ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം അബദ. മറ്റൊരാശയമുള്ളത് വലിഹ. വലിഹ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ മനസ്സിൽ നമ്മൾ ആശ്രയിക്കുന്ന കാര്യത്തിനാണ് വലിഹ എന്ന് പറയുന്നത്, അല്ലേ? നമ്മൾ ചിലപ്പം ഒരാളോട് അങ്ങേയറ്റത്തെ ഇഷ്ടം ഉണ്ടാവും, അങ്ങേയറ്റത്തെ ഭയം ഉണ്ടാവും, അങ്ങേയറ്റത്തെ പ്രത്യാശ ഉണ്ടാവും. അപ്പൊ നമ്മളെ മനസ്സ് അതുമായി കൂട്ടിയിണങ്ങി കിടക്കും, അല്ലേ? ആ ഇഷ്ടമുള്ള ആളോട്, ആ ഭയമുള്ള ആളോട്, ആ സ്നേഹമുള്ള ആളോട്, ആ പ്രത്യാശയുള്ള ആളോട്. ആ വാക്യത്തിൽ നിന്നാണ് പിന്നെ ഇലാഖ് എന്ന് പറഞ്ഞ ഇത് വന്നിട്ടുള്ളത്. അപ്പൊ രണ്ടും അവിടെ ഉദ്ദേശമുണ്ട്. പ്രധാനപ്പെട്ടത് അലിഹ, അബദ എന്ന അർത്ഥത്തിൽ നിന്നാണ് പിന്നെ ഏതുണ്ടായത്? അലിഹത്ത് എന്ന പദപ്രയോഗം തന്നെ ഉണ്ടായത് എന്നുള്ളതാണ്. മഹാനായ ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി അതിനെ പറയുന്നത് അൽ ഇലാഹു ഹുവൽ മഅ്ലൂ എന്നാണ്. ഇലാഹ് എന്ന് പറഞ്ഞാല് ആരാധിക്കപ്പെടുന്നവൻ, അല്ലെ? പിന്നെ മറ്റൊരർത്ഥം അയാൾ പറഞ്ഞു വഹുവല്ലദീ തഅല്ലഖുൽ ഖുലൂബ്, മനുഷ്യന്റെ മനസ്സ് ഏതൊരു കാര്യത്തെയാണോ സമീപിക്കുന്നത് അത് ആ സ്നേഹത്തോടെ ഹുബ്ബൻ വ തഅദീമൻ വ ഖൗഫൻ വ റജാഅൻ എന്നാണ് ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഈ ആയത്ത് ഇതിന്റെ മുമ്പുള്ള ആയത്തുമായിട്ട് എന്താ ബന്ധം? അത് നമ്മള് എങ്ങനെയാ മനസ്സിലാക്കുക? മനുഷ്യന്റെ പ്രയാസങ്ങളുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിൽ എന്താവും? മനുഷ്യൻ എന്ത് ചെയ്യും? അവന്റെ യഥാർത്ഥ സ്വഭാവം കിട്ട് പുറത്തു വരും. ഓൻ യാതൊന്നിനെയാണോ ആരാധിക്കുന്നത് ആ പിന്നെ മനസ്സിന്റെ ഉള്ളിലുള്ള എപ്പോ പുറത്തു വരും? എപ്പോ പുറത്തു വരും? പ്രതിസന്ധി ഉണ്ടാകുമ്പോ പുറത്തു വരും, അല്ലേ? ഒരു ഉദാഹരണം, പിന്നെ പ്രതിസന്ധി ഉണ്ടാകുമ്പം പുറത്തു വരും എന്നുള്ളതിന്, നമ്മളിപ്പോ ഒരാള് പിന്നെ കടൽ യാത്ര ചെയ്യുന്നു എന്ന് നിങ്ങൾ സങ്കല്പിക്കാം. കടൽ യാത്ര ചെയ്ത തിരമാലകളൊക്കെ ഇങ്ങനെ ആഞ്ഞടിക്കാണ്, കാറ്റ് അടിച്ചു വീശുന്നുണ്ട്, അല്ലേ? എല്ലാവർക്കും ഉറപ്പായി ഈ കപ്പൽ എന്ത് ചെയ്യും? മുങ്ങാൻ പോവാണ് എന്ന് മനസ്സിലാക്കുമ്പോ ആ സന്ദർഭത്തിൽ ആരെയായിരിക്കും അവര് വിളിച്ചു പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ സഹായം തേടുക? അള്ളാഹുവിനോട്. വിശുദ്ധ ഖുർആൻ ഈ കാര്യം പറയുന്നുണ്ട്, അല്ലേ? ഫഇദാ റകിബു ഫിൽ ഫുൽക് ദഅല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അവരിൽ പിന്നെ സമുദ്രത്തിലൂടെയുള്ള കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ അവര് നിഷ്കളങ്കമായി ദീന് അള്ളാഹുവിന് മാത്രമാക്കിക്കൊണ്ട് അവര് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞാലോ? അപ്പൊ എന്താ അങ്ങനെ പറയാൻ കാരണം? പ്രതിസന്ധി ഘട്ടത്തിൽ ഇവർ ഈ പരദൈവങ്ങളെ ആരാധിക്കുകയില്ല. പ്രതിസന്ധി ഘട്ടത്തിൽ യഥാർത്ഥത്തിൽ ആരെ വിളിക്കുള്ളൂ? ഏതൊരു മുശ്രിക്കും ആരെ വിളിക്കുള്ളൂ? അള്ളാഹുവിനെ മാത്രമേ വിളിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഈ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വത്തഖദു ആലിഹത്ത് മിൻ ദൂനിഹി ആലിഹ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാണ്,
അവിടെ മറ്റൊരു സൂത്രം കൂടിയുണ്ട്. ശരിക്ക് അറബി നിയമപ്രകാരം പറയേണ്ടത് എങ്ങനെ? വത്തഹദു ആലിഹത്തൻ മിൻ ദൂനിഹി എന്ന നിയമപ്രകാരം പറയണ്ടേ. പക്ഷെ അള്ളാഹു തആല ഇവിടെ ഉപയോഗിച്ചതോ എങ്ങനെ ഉപയോഗിച്ചത്? മിൻ ദൂനിഹി ആദ്യം കൊണ്ട് വത്തഹദു മിൻ ദൂനിഹി ആലിഹത്തൻ എന്നാണല്ലോ അള്ളാഹു തആല പറഞ്ഞത്. അറബി ഭാഷ പ്രകാരം വത്തഹദു ആലിഹത്തൻ മിൻ ദൂനി അവസാനാണ് നിയമപ്രകാരം പറയേണ്ടത്. അവിടെ ഒരു ബലാഗുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? അള്ളാഹു തആല ആ മിൻ ദൂനിഹി എന്ന് ആദ്യം കൊണ്ടുവന്നതില് മനുഷ്യൻ ചെയ്യുന്ന പാപത്തിന്റെ അഥവാ അള്ളാഹു അല്ലാത്തവർക്ക് ആരാധന ചെയ്യുക എന്നുള്ള ശിർക്കാണല്ലോ ഇവിടെ വിഷയം. അപ്പൊ ആ പാപത്തിന്റെ തീവ്രത കാണിക്കാനാണ്, അതിന്റെ ഭീകരത കാണിക്കാനാണ് മിൻ ദൂനിഹി എന്നുള്ള പദപ്രയോഗം അള്ളാഹു തആല ആ പദം കൊണ്ടുവന്നിട്ടുള്ളത്. ആലോചിക്കുങ്ങള്, ഇവിടുത്തെ ഒരു വങ്കത്വം കൂടി ആ മിൻ ദൂനിഹി എന്നതിലുണ്ട് എന്നുള്ള. എന്താ വങ്കത്വം? ഒരു രാജാവ് അയാളുടെ കൊട്ടാരത്തിലേക്ക് എല്ലാവർക്കും മുബാശറത്തായിട്ട് ഡയറക്റ്റ് ഒരു വാസ്തം കൂടാതെ പിന്നെ ആ കൊട്ടാരത്തിലേക്ക് വരാം, അവർക്ക് ആവശ്യമുള്ളതൊക്കെ ചോദിക്കാം, കൊണ്ടുപോവാം എന്ന് പറഞ്ഞാൽ ചില ആളുകൾ പോയിട്ട് അവിടെയുള്ള സേവകരെ മുഖേന ആരെങ്കിലും കടക്കേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെ കടക്കുകയാണെങ്കിൽ നമ്മൾ എന്താ മനസ്സിലാക്കുക? അയാൾക്കെന്തോ ചെറിയ തകരാറുണ്ട് എന്നാണ്. ഇതേപോലെ ആലോചിച്ച് നോക്കുങ്ങള്, റബ്ബിനെ നേരിട്ട് വിളിക്കാൻ, റബ്ബിനോട് നേരിട്ട് പ്രാർത്ഥിക്കാൻ അല്ലാഹു തആല നമ്മോട് ആജ്ഞാപിക്കുമ്പോഴൊക്കെ അതിന്റെ ഇടയിൽ ഇടയാളന്മാരെ വെച്ച് പ്രാർത്ഥിക്കുന്ന സംവിധാനമാണ് ഇന്ന് ലോകത്ത് മുഴുവൻ കാണുന്നത്. അതാണ് വത്തഖദു മിൻ ദൂനിഹി എന്ന് ആദ്യം കൊണ്ടുവരാനുള്ള ഒരു കാരണം എന്നതാണ് മുഫസ്സിറുകൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോ പിന്നെ അടുത്ത ആയത്തിൽ പറയുന്ന എന്താ? അടുത്ത ആയത്തിൽ വയഖ്ലുഖൂന, വായിച്ചോടി, വയഖ്ലുഖൂന ലാ യഖ്ലുഖൂന വഹും ലാ യഖ്ലുഖൂന ശൈഅൻ വഹും യുഖ്ലഖൂൻ. എന്താ അതിന്റെ അർത്ഥം? അവര് ഒന്നിനെയും സൃഷ്ടിക്കുന്നില്ല, പിന്നെ അവര് സൃഷ്ടിക്കപ്പെട്ടതുമാണ്. എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കണത്? ആരാണ് ഈ അവർ എന്ന് പറയുന്നത്? ലാ യഖ്ലുഖൂന വലാ യഖ്ലുഖൂന എന്ന് പറയുന്ന ആ പിന്നെ അവര് ആരാ? ആലിഹത്ത്, അല്ലേ? ഈ വ്യാജ ദൈവങ്ങൾ, പരദൈവങ്ങൾ അവര് സൃഷ്ടിക്കുന്നില്ല. ഷൈഅൻ, എന്തിനാ ഷൈഅൻ എന്ന് നെക്രിയായിട്ട് പറഞ്ഞത്? കഴിഞ്ഞ ആഴ്ച നമ്മൾ നെക്കറി മാരിഫയൊക്കെ സൂചിപ്പിച്ചിരുന്നു. എന്തിനാ ഷൈഅൻ എന്നുള്ള പദപ്രയോഗം ഇവിടെ പറഞ്ഞത്? ഒരു ആറ്റം മുതൽ നമ്മുടെ കണ്ണ് കൊണ്ട് കാണാൻ പറ്റാത്ത ഏറ്റവും ചെറിയ ധൂളി മുതൽ വലിയ വലിയ ഗാലക്സി വരെ ഏതിൽ ഉൾപ്പെടും? ഷൈഅൻ എന്ന് പറഞ്ഞ പദത്തിൽ ഉൾപ്പെടും. അപ്പൊ ചെറുതാവട്ടെ വലുതാവട്ടെ ഒരു സൃഷ്ടിയെയും ഈ പരദൈവങ്ങൾ സൃഷ്ടിക്കുന്നില്ല, അല്ലേ? പിന്നെ മാത്രല്ല വഹും യുഖ്ലഖൂൻ. എന്താ ആ പദങ്ങൾ ശ്രദ്ധിച്ചൊക്കെയാണ്. ആദ്യം പറഞ്ഞത് യഖ്ലുഖു, അല്ലേ? പിന്നെ പറഞ്ഞത് എന്താ വ്യത്യാസം? അക്ഷരത്തിൽ എന്താ വ്യത്യാസം? യു ആയി, അല്ലേ? യു ആയി. വേറെന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? പിന്നെ യഖ്ലുഖു, പിന്നെ പിന്നെ യുഖ്ലഖു. എന്താ അങ്ങനെ കൊണ്ടുവരാൻ കാരണം? നിങ്ങൾ ഗ്രാമറിൽ എന്താ പറയാറുള്ളത്? നമ്മളൊന്ന് ഊററ്റം പഠിച്ചു. എന്താ? കർത്തരി പ്രയോഗം, കർമ്മണി പ്രയോഗം, അല്ലേ? ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ്. എന്തിനാണ് ആക്റ്റീവ് വോയിസ് കൊണ്ടുവരുന്നത്? എന്തിനാണ് പാസീവ് വോയിസ് കൊണ്ടുവരുന്നത്? അതിനൊരു ഉദ്ദേശം ഉണ്ടാവുമല്ലോ, അല്ലേ? ഇവിടെ ഇപ്പൊ ഒരു കളവ് കിടന്നു, ഇവിടെ അബ്ബാസ് ചെയ്തു, അല്ലേ? അപ്പൊ അതിന്റെ പേജ്, പത്രത്തിന്റെ പേജ് നോക്കി ഞങ്ങള് എങ്ങനെ വരിക? അറബിയില് എങ്ങനെ വരിക? മോഷ്ടിക്കപ്പെട്ടു. ആളെ പറയോ?
ആളെ പറയോ? ഇല്ല. ഇന്ന മഹല്ല് അല്ലെങ്കിൽ ആ കട മോഷ്ടിക്കപ്പെട്ടു എന്നാണ് പറയാ. എന്തുകൊണ്ടാ ആളെ പറയാത്ത? കള്ളനായ എന്നെ പറയാത്ത എന്താ? ഞാൻ ഷുഐബിനെ അടിച്ചു, ഷുഐബ് അടിക്കപ്പെട്ടു, അല്ലേ? ഷുഐബിന് അടി കിട്ടി. എന്താ എന്നെ പറയാതെ ഷുഐബിന് അടി കിട്ടി എന്ന് പറഞ്ഞേ, അടിക്കപ്പെട്ടു എന്ന് പറയണേ? അല്ലെങ്കിൽ ഷുഐബ് കൊല്ലപ്പെട്ടു, കൊന്ന ഞാനാ, അല്ലേ? എന്നെ പറയാതെ പത്രത്തില് പിന്നെ കുത്തില ഷുഐബ് എന്ന് പറയാൻ കാരണം, അല്ലെങ്കിൽ സുരിക്കൽ മഹല്ല് കൊള്ളയടിക്കപ്പെട്ടു എന്ന് പറയാൻ കാരണം? രണ്ട് ആശയം ഉണ്ടാവും. ഒന്ന്, ആ കൊന്ന് അല്ലെങ്കിൽ കൊള്ളയടിച്ച ആളെ ചിലപ്പം അറിയാതെ പോയിട്ടുണ്ടാവും. രണ്ടാമത്തതോ അറിയാതെ പോയിട്ടല്ല. ആ വിശുദ്ധ ഖുർആനിന്റെ ആ പ്രയോഗം നോക്കൂ നിങ്ങള്. അയാളെ പിന്നെ പറ്റങ്ങട്ട് ഡസ്പാക്കാതെ, അയാളെ സമൂഹത്തിൽ എന്താക്കാതെ, പിന്നെ അയാളുടെ മാന്യത കളയാതെ ഒളിപ്പിച്ചു വെക്കും. ചിലപ്പോ ഒളിപ്പിച്ച് വെക്കും. അതിനും ആ പദപ്രയോഗം പറയും. ആളറിയാത്തതും ഉണ്ടാവും, ആളറിഞ്ഞിട്ടും ഒളിപ്പിച്ചു വെക്കുന്നതും ഉണ്ടാവും. ഇവിടെയൊക്കെ പത്രങ്ങൾ പരിശോധിച്ച് എന്തൊരു സംഭവം നടന്നാലും ഏത് പിന്നെ ഇതാണ് പറയാ, കർമ്മണി പ്രയോഗമാണ് പറയാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ലാ യഖ്ലുഖൂന ശൈഅൻ വഹും യുഖ്ലഖൂൻ, അതിൽ മറ്റൊരു യുക്തി പോലും ഉണ്ട്. എന്താണത്? അല്ലാഹു തആല അവരൊന്നും തന്നെ സൃഷ്ടിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവര് സൃഷ്ടികളാണ് താനും എന്നുള്ളതിന് വഹും മഖ്ലൂഖൂൻ എന്ന് പറഞ്ഞാൽ പോരെ? മഖ്ലൂഖ് പറഞ്ഞാൽ എന്താ? സൃഷ്ടിക്കപ്പെട്ടത്. പക്ഷെ വഹും മഖ്ലൂഖൂൻ എന്ന് പറയാതെ എന്താണ് വഹും യുഖ്ലഖൂൻ എന്ന് പറയാനുള്ള കാരണം എന്താ? അതിലൊരു യുക്തിയുണ്ട്. എന്താ യുക്തി? പിന്നെ ഇവർ ഏത് സമയത്തും പിന്നെ ഈ ഇന്ന് വരുന്ന ദൈവാട്ടെ, നാളെ വരുന്ന ദൈവാട്ടെ, ഖിയാമത്ത് നാൾ വരുന്ന വരെയുള്ള ഏത് പരദൈവാട്ടെ, അവരൊക്കെ ഇങ്ങനെ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നവരാണ്, അല്ലെ? കഴിഞ്ഞു പോയ മരിച്ചവരും പിന്നെ ഇന്ന് ആളുകൾ ആരാധിക്കുന്നു, ഇനി നാളെ പുതിയതൊന്ന് വന്നാലും അതിലൊക്കെ എന്തുണ്ട്? അവരൊക്കെ അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്, സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നവരാണ് എന്ന ആശയം ധ്വനിപ്പിക്കാനാണ് എന്ത് പറഞ്ഞത്? മഖ്ലൂഖൂൻ എന്ന് പറയാതെ യുഖ്ലഖൂൻ. മനസ്സിലാവുണ്ടപ്പോ നിങ്ങൾക്കത്? അതാണ് ആ കർത്തരി പ്രയോഗവും കർമ്മണി പ്രയോഗവും അല്ലാഹു തആല അവിടെ കൊണ്ടുവരാനുള്ള കാരണം. അപ്പം വത്തഖദൂ മിൻ ദൂനിഹി ആലിഹത്തൻ ലാ യഖ്ലുഖൂന ശൈഅൻ വഹും യുഖ്ലഖൂൻ എന്ന് അല്ലാഹു തആല പറഞ്ഞതിലുള്ള ഒരു ഭാഷാപരമായ സൂത്രങ്ങളാണ് ഇതുവരെ നമ്മൾ പഠിച്ചത്. ഇനി നിങ്ങളൊന്ന് തിരിച്ചു വരാം. അല്ലാഹു സുബ്ഹാനഹു വ തആല വത്തഖദൂ മിൻ ദൂനിഹി ആലിഹത്തൻ എന്ന് പറഞ്ഞിടത്ത് ഇപ്പോ ഒരുപാട് കാര്യങ്ങൾ അല്ലാഹു തആല അതിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഒന്ന്, എന്തിനാണ് ആ ആയത്ത് മുമ്പുള്ള ആയത്തുമായിട്ടുള്ളതിന്റെ ബന്ധം എന്താണ്? ശേഷം പറയുന്ന ആയത്തുമായിട്ടുള്ള അതിന്റെ ബന്ധം എന്താണ്? എന്തൊക്കെയാണ് ബന്ധം? ആലോചിച്ച് നോക്കൂ. ആദ്യം അല്ലാഹു തആല പറഞ്ഞു വത്തഖദൂ മിൻ ദൂനി ആലിഹ. അതിന്റെ മുമ്പ് എന്തേ പറഞ്ഞേ? ആയത്ത് ഓതിയാണ് വഖലഖ കുല്ല ശൈഇൻ ഫഖദ്ദറഹു തഖ്ദീറ. എന്താ അതിന്റെ അർത്ഥം? അല്ലാഹു തആല എല്ലാ കാര്യങ്ങളെയും സൃഷ്ടിച്ച് എല്ലാത്തിനെയും അല്ലാഹു തആല ക്രമീകരിച്ച് സംവിധാനിച്ച് തർത്തീബാക്കി വെച്ചിട്ടുണ്ട്, അല്ലേ? അങ്ങനെയുള്ള അല്ലാഹു ആ അല്ലാഹു അവിടെ ഉണ്ടായിരിക്കെ അവരെന്ത് ചെയ്യാണ്? വീണ്ടും ആ അല്ലാഹുവിനെ വിട്ടുകൊണ്ട് എന്ത് ചെയ്യാണ്? പരദൈവങ്ങളെ സ്വീകരിച്ചിരിക്കുകയാണ്. ഇനിയും പിന്നെ ദൈവങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ്? ഇഹാനത്ത്, നിന്ദിക്കുക എന്ന് പറയും. എന്താ നിന്ദിക്കണത്? അവര് സൃഷ്ടിക്കണില്ല എന്ന് മാത്രല്ല, ആ ദൈവങ്ങൾ തന്നെ എന്താണ്? അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്, സൃഷ്ടിക്കപ്പെട്ടവരാണ്. എനിക്ക് മനസ്സിലായില്ല. ആലിഹത്ത് എന്ന് പറഞ്ഞാൽ പരദൈവങ്ങൾ എന്നാണ് അർത്ഥം. ഇലാഹുകൾ അതല്ലേ പല ദൈവം എന്ന് പറയുന്നത്, അല്ലേ?
ആ നിങ്ങളത് വേറെയാണ്, അഖിലിയാണ്. ആ ഓക്കെ. ശരിക്ക് ദൈവം എന്ന് പറയാൻ തന്നെ അവകാശമില്ല, ഇലാഹ് എന്ന് പറയാൻ തന്നെ അവകാശമില്ല. അതല്ല നിങ്ങൾ പറയുന്നത്? അത് ശരിയാണ്. ഇലാഹ് എന്ന് പറയണമെങ്കിൽ ആരാവണം? അതുകൊണ്ടാണ് ലാ യഖ്ലുഖൂന ഷൈഅൻ വഹും യുഖ്ലഖൂൻ. ദൈവമാവാൻ, ഇലാഹാവാൻ ആരെ ഇറക്കാനുള്ളൂ? ഒന്നാമത്തെ ക്വാളിഫിക്കേഷൻ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. ഏതൊരു കാര്യത്തിന്റെയും ഇലാഹാണെങ്കിൽ അയാൾ സൃഷ്ടാവായിരിക്കണം. ഇവര് സൃഷ്ടിക്കുന്നുണ്ടോ? ഇല്ല, സൃഷ്ടിക്കുന്നില്ല എന്ന് മാത്രമല്ല, അവരാരാണ്? മഹ്ലൂക്കും കൂടിയാണ് എന്നുള്ളതാണ്. അതന്നെയാണ് ഇപ്പൊ പറഞ്ഞത്. അഖിലിയായ തെളിവാണ്. ശർഈയായ തെളിവും അഖിലിയായ യുക്തിപരമായ തെളിവും അല്ലാഹു തആല ആ ആയത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് ആ പറയുന്നത്, അല്ലേ? ഇനി ശിർക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അബദ്ധത്തിൽ വരുന്നതല്ല. എന്താ തെളിവ്? ആ ഇത്തഖദ എന്നുള്ള പദപ്രയോഗം അതിൽ നിന്ന് തന്നെ മനസ്സിലാകും അത് അബദ്ധത്തിലല്ല. എങ്ങനെയാണ് വരുന്നത്? മനഃപൂർവമാണ് എന്ന് ആ ഇത്തഖദ എന്ന ആ പദത്തിന്റെ സർഫ് എന്നറിയുന്നു. സർഫ് പറഞ്ഞ എന്താ? രൂപീകരണ ശാസ്ത്രം. അതിന്ന് മനസ്സിലാക്കാൻ പറ്റും അതെന്ത് അബദ്ധത്തിലല്ല. ഇനി ആലോചിച്ച് നോക്കുങ്ങള്, ഇതിന്റെ ബുദ്ധിപരമായ മറ്റൊരിത്, സൂര്യൻ ആകാശത്ത് ഇങ്ങനെ നന്നായി അതിന്റെ ലൈറ്റ് നമുക്ക് ഇങ്ങനെ തരുമ്പോ അതിന്റെ ഇടയിൽ കൂടെ പോയിട്ട് ഒരു മെഴുകുതിരിന്റെ വെളിച്ചം അന്വേഷിച്ച് നടക്കുന്ന ആളെ സംബന്ധിച്ച് എന്താ നമ്മൾ പറയാ? അല്ലെ, നല്ല വെളിച്ചപ്പ് ഇവിടെ ഉണ്ട്, സൂര്യന്റെ പ്രകാശം ഇവിടെ ഉണ്ട്, അല്ലെ? ഞാൻ ഇപ്പൊ പോയിട്ടൊരു മെഴുകുതിരി, എനിക്ക് വെളിച്ചം വേണം, മെഴുകുതിരി കത്തിക്കാണെങ്കിൽ നിങ്ങൾ എന്താ പറയാ? എന്നെ പറ്റി എന്താ നിങ്ങൾ പറയാ? എന്തോ ഒരു ഡിസോർഡർ ഉണ്ട്, അല്ലെ? പൊട്ടനാണ്, അല്ലെങ്കിൽ സഫീഹാണ് എന്ന് പറയും. ഇതേ പ്രകാരങ്ങൾ ആലോചിച്ച് നോക്കൂ. എല്ലാം എന്താണ് ആദ്യത്തായത്? വഖലക കുല്ല ഷൈഇൻ വഖദ്ദറഹു തഖ്ദീറ എന്ന് പറഞ്ഞ എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ചിട്ട് എല്ലാത്തിനെയും ക്രമീകരിച്ച് സംവിധാനിച്ചു തന്ന ആ അള്ളാഹു, എല്ലാത്തിനും കഴിവുള്ള, എല്ലാം അറിയുന്ന, അലീമും ഖാദിറുമായ ആ അള്ളാഹു ഉള്ളപ്പോൾ ഈ അള്ളാഹുവിന്റെ സൃഷ്ടിയായ ഈ ദുർബലമായ സൃഷ്ടികളെ, അള്ളാഹുവിന്റെ ഓരോ നിമിഷത്തിലും അള്ളാഹുവിന് ആവശ്യമുള്ള ഈ സൃഷ്ടികളെ ആരാധിക്കുക എന്നുള്ളത്, തേടിപ്പോവുക എന്നുള്ളത് എന്തൊരു വങ്കത്വമാണ്. ആലോചിച്ചു നോക്കൂ നിങ്ങള്. അപ്പോ ഈ ആയത്ത് വത്തഖദൂ മിൻ ദൂനിഹി ആലിഹ എന്ന ഈ ആയത്ത് നമ്മുടെ മനസ്സിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അല്ലെ? നമ്മുടെയൊക്കെ ഖൽബ്, ഹൃദയം യഥാർത്ഥത്തിൽ ഈ സാഫിയായ വ്യക്തമായ ആ ഏകദൈവ വിശ്വാസത്തിൽ തന്നെയാണോ? അതല്ല മറ്റാരോടൊക്കെയോ നമുക്ക് അള്ളാഹുവിനേക്കാൾ അതിയായ സ്നേഹം മറ്റാരോടെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ നമ്മൾ അള്ളാഹുവിനേക്കാൾ മറ്റാരെങ്കിലും ഭയപ്പെടുന്നുണ്ടോ? അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ, അത് അള്ളാഹുവിനേക്കാൾ ഇന്നാലിന്ന ആളിൽ നിന്ന് ഞാൻ പ്രതീക്ഷ വെക്കുന്നുണ്ടോ? അല്ലെ? ആ അള്ളാഹുവിനനുസരിക്കുന്നതിനേക്കാൾ ഇന്നാലിന്ന ആളെ, അല്ലെങ്കിൽ ഇന്നാലിന്ന കല്ലിനെയോ ദൈവത്തെയോ ഞാൻ അതിൽ എന്റെ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ടോ, താത്ത് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും നമ്മുടെ മനസ്സിനോട് ചോദിക്കാനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വത്തഖദൂ മിൻ ദൂനിഹി ആലിഹ എന്ന് പറഞ്ഞതിലുള്ള മറ്റൊരു യുക്തി അതാണ്. ഇനി മറ്റൊരിത്, നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റലിൽ കയറിയാല് രോഗിയാണെന്ന് കൂട്ടുക. നമ്മളിപ്പോ ആ ഹോസ്പിറ്റലിലേക്ക് കയറുമ്പം അതിന്റെ പൂമുഖത്ത് തന്നെ ഇങ്ങനെ ഇന്ന ഡോക്ടർ, അയാളെ ചിത്രം, അയാൾ ഇന്നയിൽ സ്പെഷ്യലിസ്റ്റ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവുമല്ലോ, അല്ലേ? എഴുതി വെച്ചിട്ടുണ്ടാവും. നമ്മള് ആരോടാണ് ആ ചിത്രം നോക്കിയിട്ട് നമ്മള് ചികിത്സ തേടുന്നത്? ആണോ? അല്ല, ആ ചിത്രം നോക്കിയിട്ടല്ല. എന്നാ ആ ചിത്രം നോക്കി ചികിത്സ തേടുന്നവന്റെ അവസ്ഥകളെന്ന് ആലോചിച്ച് നോക്കൂ. ആ ചുമരിൽ തൂക്കിപ്പെട്ട ആ ഡോക്ടറുടെ ചിത്രം നോക്കി അതിൽ ചികിത്സ തേടാണെങ്കിൽ എന്താ നമ്മുടെ അവസ്ഥ? യഥാർത്ഥത്തിൽ ആ ജീവനുള്ള ഡോക്ടറോടാണ് നമ്മൾ ചികിത്സ തേടേണ്ടത്, ഇല്ലേ? ആ ചിത്രം കേൾക്കുവോ? നമ്മൾ പറയണ്ടേ കേൾക്കുവോ? ഇല്ല, കാണൂല്ല. പിന്നെന്താ? ഇതേപോലെയാണ് മനുഷ്യൻ ഇന്ന് അവന്റെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി, ഖളാഉൽ ഹാജാത്ത് എന്ന് പറയും, അവന്റെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള പ്രതിമകളോടോ ചിത്രങ്ങളോടോ ബിംബങ്ങളോടോ ഒക്കെയാണ് ആളുകൾ എന്ത് ചെയ്യണത്? ആരാധിക്കുന്നത്. ഈ വങ്കത്വമാണ് അല്ലാഹു തആല ഇവിടെ തുറന്നു കാണിക്കുന്നത്. ലാ യഖ്ലുഖൂന ഷൈഅൻ വഹും യുഖ്ലഖൂൻ എന്ന് പറഞ്ഞതിലുള്ള മറ്റൊരു സൂത്രം അതാണ്.
അപ്പൊ ഇന്നല്ലദീന തദൂന വിശുദ്ധ ഖുർആൻ മറ്റിടത്ത് പറയുന്നത് കാണാം, അള്ളാഹുവിന് ഇന്നല്ലദീന തദഊന മിൻ ദൂനില്ലാ, അള്ളാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരാരോ ഇബാദുൻ അംസാലുക്കും, നിങ്ങളെപ്പോലുള്ള എന്താണ് ആ ദാസന്മാർ മാത്രമാണ്, അള്ളാഹുവിന്റെ അടിമകൾ മാത്രമാണ്. അപ്പോ ഈ പരദൈവങ്ങളൊക്കെ ആലിഹത്തൊക്കെ അള്ളാഹുവിന്റെ ദാസന്മാരാണ് എന്നതാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. ഇനി നോക്കൂ നിങ്ങൾ, മഹാനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ആ സംഭവത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ കിസ്സകൾ ചരിത്രം ധാരാളമായി വിശുദ്ധ ഖുർആൻ വിവരിക്കണ്ടല്ലോ അല്ലെ. ആ ഇബ്രാഹിം നബിയുടെ ജനതയും ബാപ്പിയൊക്കെ ആരെ ആരാധിച്ചിരുന്നത്? ബിംബങ്ങളെ അല്ലേ. അപ്പൊ ആ ബിംബത്തെയൊക്കെ തകർത്തിട്ട് ഇബ്രാഹിം നബി യോട് അവര് ചോദിക്കുന്നുണ്ടല്ലോ, ആരാധിനെ തകർത്തെന്ന് ചോദിക്കണ്ടല്ലോ. അപ്പൊ ഇബ്രാഹിം നബി പറയുന്ന മറുപടി എന്താ പറഞ്ഞത്? ബൽ ഫഅലഹു കബീറുഹും ഹാദാ, ആ ഒരു ബിംബത്തെ, ഏറ്റവും വലിയ ബിംബത്തെ തകർത്തിട്ടില്ല, അവനായിരിക്കാം ഇത് ചെയ്തത് എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറയുന്നുണ്ട്. അപ്പൊ അവരെന്താ പറയുന്നത്? ലഖദ് അലിംത മാ ഹാഉലായി യന്തിക്കുൻ, ഇബ്രാഹിമെ നിനക്കറിയില്ലേ ഈ ബിംബങ്ങളൊന്നും സംസാരിക്കില്ല എന്ന് നിനക്ക് അറിയില്ലേ? അപ്പൊ നോക്കി നിങ്ങൾ, അവര് ഇബ്രാഹിം നബിക്ക് അറിയാത്തോണ്ടാണോ ഈ ചോദിച്ചത്? അല്ല, അവരെ അംഗീകരിപ്പിക്കുകയാണ് അല്ലേ. അപ്പൊ ഇബ്രാഹിം നബി ബുദ്ധിപരമായി അവരെ കൊണ്ടുപോകുന്നത് അഫതഅ്ബുദൂന മിൻ ദൂനില്ലാ, അള്ളാഹുവിനെ പുറമെ നിങ്ങൾ ആരാധിക്കുകയാണോ? മാല യൻഫഉകും ദർറൻ, എന്താണ് വലാ യദുറുക്കും, അങ്ങനെ തന്നെയല്ലേ, മാല യൻഫഉകും ഷൈഅൻ വലാ യദുറുക്കും, നിങ്ങൾക്കൊരു ഉപകാരമോ ഒരു ഉപദ്രവമോ ചെയ്യാൻ സാധിക്കാത്ത അള്ളാഹുവിന് പുറമെയുള്ള ഈ ബിംബങ്ങളോടാണോ നിങ്ങൾ ആരാധിക്കുന്നത് എന്ന് ഇബ്രാഹിം നബി അവിടെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അതിലൊക്കെ പഠിപ്പിക്കണം എന്താ? ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ ആർക്കേ സാധിക്കുള്ളൂ? അള്ളാഹ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഇവിടെ എന്നിട്ട് ഖുർആൻ പറയുന്നത് എന്താ? വലാ യംലികൂന ലി തായായത്ത് വായിച്ചു നോക്കിയാന്, ലി അൻഫുസിഹിം, എന്ത് മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാന്നാണോ ഖുർആൻ പറഞ്ഞത്? അല്ല, വലാ യംലികൂന എന്താ? അവര് ഉടമപ്പെടുത്തുന്നില്ല, അവർക്ക് കഴിവില്ല. ലി അൻഫുസിഹിം, അവർക്ക് തന്നെ ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ അവര് സ്വന്തത്തിന്. നമ്മളിപ്പോ ഒരു കാര്യം നമ്മള് നേടിയെടുക്കാൻ എന്തായിരിക്കും? സ്വന്തത്തിനായിരിക്കും ആദ്യം. ആ സ്വന്തത്തിന് തന്നെ ചെയ്യാൻ പറ്റാത്ത, അതുകൊണ്ടാണ് ലി അൻഫുസിഹിം എന്ന് അല്ലാഹു തആല അവിടെ പ്രത്യേകം പറയും. അപ്പൊ സ്വന്തത്തിന് തന്നെ ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ ഒരു മിൽക്കില്ലാത്ത ആളുകളുണ്ടോ? മറ്റുള്ളവർക്ക് എന്തെങ്കിലും സമയം മറ്റുള്ളവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇല്ല. ടൈം ആയതുകൊണ്ടാ നിർത്തേ. ഒരായത്തോട് നോക്കൂ നിങ്ങൾ, ഇതായിട്ട് ബന്ധപ്പെട്ട ഒരായത്ത്, ഖുൽ അഫറഅയ്തും മാ തദ്ഊന മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഈ പരദൈവങ്ങളെ പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്നിട്ട് അള്ളാഹു തആല പറയാ, ഇൻ അറാദനി അല്ലാഹു ബിദുർരിൻ. ഓക്കെ, നിർത്താം. ഞാൻ അടുത്ത ക്ലാസ്സിലാക്കാം ഇൻഷാ അല്ലാഹ്. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. ഇവിടെ